ശരിയാണ്. ഞങ്ങൾ അതിന് വന്നതല്ല, ജസ്റ്റ് ഒന്ന് കാണാം, സംസാരിക്കാം എന്ന് കരുതി വന്നതാണ്. ഇയാളുടെയൊക്കെ കേസ് എന്ന് പറഞ്ഞാൽ ഈ മീഡിയ മെയിൻ സ്ട്രീം മീഡിയാസും എല്ലാം സംസാരിച്ചു എല്ലാം കേസ് അതും എന്റെ CM ഈ മൂന്നിടത്ത് ഇത് ഡിസ്കസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ല നമുക്ക് പറയാൻ പറ്റുന്ന കാര്യങ്ങളല്ല, നമുക്ക് പബ്ലിക്കിൽ സംസാരിക്കാൻ പറ്റത്തില്ല. എനിക്കൊരു കാര്യം പറയാനുണ്ട്, എനിക്ക് അത്രേ കാര്യം പറയാനുള്ളൂ. ആക്ച്വലി എനിക്ക് നേരത്തെ ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു, പക്ഷെ എനിക്ക് കോണ്ടാക്ട് ചെയ്യാൻ പേടിയായിരുന്നു. കാരണം ഒരു കുറ്റബോധം സംഭവം പറഞ്ഞിട്ട് പോയതല്ല, പക്ഷെ എന്നാലും ഞാനതില് ഉൾപ്പെട്ട ഒരാളാണല്ലോ. അതുകൊണ്ട് എനിക്ക് ഒരു സോറി പറയണമെന്നുണ്ടായിരുന്നു. പക്ഷെ നിങ്ങള് ഇനി നമ്മളതിനെ ഭയങ്കര ദുഷ്ടൊക്കെ ആയിട്ട് കണ്ടിട്ടുണ്ടെങ്കിൽ എന്തെങ്കിലും അതിന്റെ റിയാക്ഷൻ ഡെപ്പോസിറ്റ് നമുക്ക് ശരിക്കും അപ്പൊ എല്ലാവരുടെയും മുന്നിൽ എനിക്കൊരു സോറി പറയണമെന്നുണ്ട്. അതിന്റെ ആവശ്യം ശരിക്കും പറഞ്ഞാലില്ല. എനിക്ക് ഒരു ഗിൽറ്റ് ഫീലിംഗ് ഉണ്ടായിരുന്നു. സോറി. എന്തിനാ അങ്ങനെയൊക്കെ അവിടെ കൂടെ പോയി തോപ്പിച്ചോണ്ടിരുന്നു? സോറി. എന്തിനാട്ടെ, അതൊക്കെ പോട്ടെ. എനിക്കെങ്കിലും നന്നോട് വിരോധം ഉണ്ടാകേണ്ട ഒരു ആവശ്യമില്ല. ആരെങ്കിലും പിന്നെ ഇതിനകത്ത് ഇപ്പൊ എൽസബത്ത് വന്ന് ഇങ്ങനെ ഒരു വീഡിയോ കിട്ടില്ലേ, അതൊക്കെ കണ്ടപ്പോ വെറുതെ തന്നെ ഇങ്ങനെ ഒരു സംഭവം പറഞ്ഞത് കൊണ്ട് ഒന്ന് മാക്കിനെ കൂടി വിളിക്കാൻ പറ്റുമോ? മാക്കിനെ വിളിച്ചില്ല. മാക്കിന്റെ നമ്പർ ഉണ്ടോ? മാക്കിന് അങ്ങനെ മാക്ക് അന്നേ പറഞ്ഞതാടോ, താൻ പേടിച്ച് ഊരി വണ്ടിക്കകത്ത് കയ്യും കാലും പറിച്ച ടീമാണ്. അല്ലെങ്കിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും താൻ എന്റെ കൂടെ വന്നത് ആറാട്ടനെ പുള്ളി പറ്റിച്ചാ കൊണ്ടുവന്നേക്കുന്നു. അത് വേഗം പ്രയോഗിച്ച് കൊണ്ടുവന്നതാണ്, അത് ഞങ്ങൾക്കറിയാവുന്ന കാര്യം. ഞങ്ങൾക്ക് ഹലോ മാക്, ഹലോ അതെ പറ എടാ കഥ പറയണ. ഞാനിപ്പോ എലിസബത്തിന്റെ വീട്ടിലെത്തിയിട്ടുണ്ടേ. എലിസബത്ത് ഇല്ലേ? നമസ്കാരം. ഞങ്ങൾ ഒറ്റയ്ക്ക് നിന്നാലും അവർ ഹെഡ്സ് ആർ ഹൈ. കാരണം സത്യൻ ഞങ്ങളോടൊപ്പമുണ്ട്. നവംബർ മാസം തൊട്ട് ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നും കൂടെ ഞാൻ പറഞ്ഞു തരാം. ഇന്നലെയും പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് ഓർക്കണം, എന്നിട്ട് മനസ്സിലാക്കാം. ഈ പ്ലാൻഡ് മാസീവ് അറ്റാക്ക് എന്ന് പറയുന്ന റീസൺ എന്താണെന്ന് വെച്ചാൽ, ഇത് ഒരാളല്ല ചെയ്യുന്നത്, ഒരു 4-5 പേരാണ് ചെയ്യുന്നത്. അതിൻ്റെ ഗ്രൂപ്പ് ഹെഡ് ആരാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും. പിന്നെ എല്ലാവരെയും ചേർത്ത് വെച്ചിട്ടാണ് അറ്റാക്ക് ചെയ്യുന്നത്. അത് വെൽ പ്ലാൻഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ, നിയമപരമായിട്ട് എൻ്റെ വായ അടച്ചു. ആദ്യം അടച്ചിട്ട് അവർക്ക് എന്തും പറയാം. ഓരോ ദിവസം കൂടുന്തോറും എലിസബത്തും അതുപോലെ തന്നെ ബാലയെ പറ്റിയുള്ള ഓരോരോ വീഡിയോ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇഷ്യൂ കൂടിക്കൊണ്ട് തന്നെ ഇരിക്കുകയാണ്. ഇതിനു മുമ്പത്തെ ഉണ്ടെങ്കിൽ ബാലയും ചെകുത്താനും തമ്മിലുള്ളൊക്കെ ഇഷ്യൂ നടന്നിട്ടുണ്ട്. ആ സമയത്ത് തോക്ക് ചൂണ്ടി എന്നൊക്കെ ബാല ഇതിൻ്റെ കേസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ അതൊന്നും സത്യമൊന്നും തെളിഞ്ഞതോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അതിന് ശേഷം എലിസബത്ത് ഇപ്പം ലേറ്റസ്റ്റ് ആയിട്ട് വീഡിയോ ഇട്ട സമയത്ത് പറയുന്നുണ്ടായിരുന്നു, ഞാൻ ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു, ഗണ്ണൊക്കെ എടുത്ത് ഈ ഒരു ചെകുത്താന് നേരെ ചൂണ്ടിയിട്ടുണ്ടായിരുന്നു എന്നുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിനുശേഷം ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് ചെകുത്താൻ എലിസബത്തിൻ്റെ വീട്ടിൽ പോയി എലിസബത്തിനെ കാണുകയും ആ എലിസബത്ത് അതിനെപ്പറ്റി അന്ന് നടന്നതിൻ്റെ കാര്യത്തിൽ ഞാനും അവിടെ ഉണ്ടായിരുന്നു, എന്തെങ്കിലും എൻ്റെ ഭാഗത്തുനിന്നുണ്ടെങ്കിൽ അതിന് സോറി ചോദിക്കുന്നു എന്ന് പറഞ്ഞ് ഒരു വീഡിയോ ഒക്കെ നിങ്ങളിപ്പോൾ ഫസ്റ്റ് കണ്ടിട്ടുണ്ടായിരുന്നു. ഈ ഒരു വീഡിയോ ഒക്കെ വന്നതിന് ശേഷം ബാലയുടെ ഒരു വീഡിയോ ആണ് നിങ്ങൾ രണ്ടാമത് കണ്ടത്, ഒരു വോയിസ് ക്ലിപ്പ് പോലെ. പക്ഷേ പുള്ളിക്കാരൻ എന്താണ് പറയാൻ ഉദ്ദേശിച്ചതെന്ന് എനിക്ക് മനസ്സിലായില്ല. എനിക്ക് മാത്രമല്ല, കേട്ട ആർക്കും മനസ്സിലായില്ല എന്നാണ്. എന്തൊക്കെയോ പറയുന്നുണ്ട്, സത്യം ജയിക്കുമെന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ഇടയിൽ വേറെ ഏതാണ്ടൊക്കെ എക്സോ വൈയോ അങ്ങനെ ഏതാണ്ടൊക്കെ പറയുന്ന കേട്ട് എന്താണെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ആർക്കെങ്കിലും മനസ്സിലാവുന്നുണ്ടെങ്കിൽ അതൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. സോ എന്തായാലും ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ഓരോ ദിവസം ഓരോ വീഡിയോസൊക്കെ വന്നുകൊണ്ടിരിക്കുകയാണ്. ബാലയെക്കുറിച്ച് ഓരോ ദിവസം വരുന്ന ന്യൂസ് ഭയങ്കരമായിട്ട് ഞെട്ടിപ്പിക്കുന്ന ന്യൂസുകളാണ്. സോ ഇതൊക്കെ ഫുള്ള് കറക്റ്റാണോ കാര്യങ്ങളൊക്കെ അറിയണമെങ്കിൽ അത് കറക്റ്റായിട്ട് രീതിയിൽ അന്വേഷിച്ചതിന് ശേഷം ഇത് ഉറപ്പ് വരുത്തിയാലേ പറ്റത്തുള്ളൂ. എന്നിരുന്നാലും ബാല ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെതിരെ ശക്തമായിട്ടുള്ള നടപടി എടുക്കണം. ബാലയ്ക്ക് ശിക്ഷയും കിട്ടണം. അത് വലിയ ഇൻഫ്ലുവൻസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് അതങ്ങനെ മാറ്റിപ്പോകാനോ ഒന്നും തന്നെ ഇടവരുത്തരുത്. അതാണ് മെയിനായിട്ടുള്ളൊരു കാര്യം. എന്തായാലും എലിസബത്ത് പറയുന്നതിലൊക്കെ കുറേ കാര്യങ്ങളുണ്ടെന്ന് തോന്നുന്നു. അത് കറക്റ്റായിട്ട് അന്വേഷിച്ചാൽ ബാക്കിയുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ പറ്റും. അതിന് ഇവിടുത്തെ നിയമം അതിനെ സപ്പോർട്ട് ചെയ്യണം. എലിസബത്തിനെ സപ്പോർട്ട് ചെയ്താൽ മാത്രമേ ബാല എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. നിങ്ങളെന്താണ് ഇതിനെപ്പറ്റി ചിന്തിക്കുന്നത് എന്നുള്ളത് കമൻറ്റ് ബോക്സിൽ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക.